History tells us that powerful people come from powerful places. History was wrong. Powerful people make places powerful. Hi, everyone. My name is Madhavan Nair. I am a retired Army officer from Kerala. First, let us introduce ourselves. We will start from left. Hey, you start first. You are a journalist. When you join a media, you have to talk everything in favor of the media owner. Not exactly. Somehow it is 20% we have to fulfill director's choices. Many people, they leave their channel with a short notice. It may be the reason. They can't compromise all the content from owners. Many media running by political parties. They have their own agenda. Priyanka, what you want to say about gender equality? Why do we compromise all the time? From the home to the society. We are doing all the work what men do. Same job, same office, different salary. Is it logic? If we talk for gender equality, they call activist or feminist. Hey, Priyanka, what are you talking? Not equal. You people are standing higher than men, any place you were ignored. In the bus separate seats, train separate coach, parliament, even now Muslim League Party has woman representation. Can you believe? Remuneration, many ladies get paid more than men. Okay, let us go to the newest generation. She is a student. Noura, what is your future plans and how you are going to implement? കുറെ എഡ്യൂക്കേഷൻ നേടിയത് കൊണ്ടോ നല്ല ശമ്പളം വാങ്ങിയത് കൊണ്ടോ നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. അതിന് സൊസൈറ്റിയെ സേവിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് സമൂഹത്തിനു എന്താണ് കൊടുക്കാൻ കഴിയുക അത് ചെയ്യുക. ഒരു കല്യാണം കഴിച്ചു ആ പഴയ യമുജുവായിട്ട് ലൈഫ് ഇപ്പോൾ അധിക പെൺകുട്ടികളും ആഗ്രഹിക്കുന്നില്ല. ഈ തീരുമാനത്തിൽ 2030 ആവുമ്പോഴേക്കും പകുതി പെൺകുട്ടികളും ആവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. Basically, I am a communist, but no politics now. Mr. Rammoorty, a lot of criticism comes to you. What is current scenario? നിങ്ങൾ അന്തം കമ്മികളും സുഡാപ്പികളും എപ്പോഴും ബിജെപിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞു ഇരുന്നു. ഇന്ത്യ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ 4ാം സ്ഥാനത്താണ് ഉള്ളത്. കണ്ടതാണല്ലോ ഈ അടുത്ത കാലത്തു നമ്മുടെ മിലിറ്ററി പവർ. സംഘി എന്ന് വിളിച്ചു അവിടെ പ്രതിപക്ഷ സ്ഥാനത്തു തന്നെ ഇരിക്കുക. അതാണ് നിങ്ങൾക്ക് വിധിച്ചത്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ മാത്രമേ രാജ്യസ്നേഹികൾ ആയിട്ടുള്ളൂ എന്ന്. ഒരു നേതാവ് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. അവർക്കു ആകെ അറിയുന്ന കാര്യം പണ്ട് രാജാക്കന്മാർ ഉണ്ടാക്കിയ കെട്ടിടങ്ങൾക്കും സ്ഥലങ്ങൾക്കും പേര് മാറ്റും. ഈ അടുത്ത കാലത്ത് ഒരു നേതാവ് സുൽത്താൻ ബത്തേരിക്ക് ഒരു പുതിയ പേര് നിർദ്ദേശിച്ചിരുന്നു. ഗണപതി ദുർഗം. Ms. Anupama, she is a lawyer. My question, is there any political influence from ruling parties to court? രാഷ്ട്രീയ പാർട്ടികൾ കോടതി വിധിയിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല ചോദ്യം. ശരിയാണ്, ചില വിധികൾ നമുക്ക് അങ്ങനെ തോന്നാം. എന്നിരുന്നാലും തെളിവുകൾ ഇല്ലാതെ ഒരു കോടതിക്കും ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ വിധിക്കാൻ കഴിയില്ല. അതേസമയം റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജിമാർ പാർട്ടിയിൽ നല്ല പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരു ഉസ്താദ് ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും, ഞാൻ സക്കാഫി ഉബൈദുല്ല. ഒരു പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചില ഉസ്താദാക്കന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. മതം വിട്ടുപണം ഉണ്ടാക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒന്നും എവിടെയും കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. നിങ്ങൾ ഈ ഇസ്ലാം മതം ഭയങ്കരം സ്നേഹമുള്ളവരും 5 നേരം പ്രാർത്ഥന, നോമ്പ്, ദാനം എന്നീ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഏതു കള്ളക്കടത്തു, മയക്കുമരുന്ന്, ഭീകരവാദം എന്നിവയിൽ എപ്പോഴും ഒരു മുസ്ലിം നാമധാരി ഉണ്ടാവും. എന്താണ് കാരണം? മദ്രസയിലെ പഠിപ്പിക്കലിന്റെ കുറ്റമാണോ? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. മുസ്ലിം നാമധാരികൾ. അവർ വെറും പേര് കൊണ്ട് മാത്രമേ മുസ്ലിം ആവുന്നുള്ളൂ. ഒരു യഥാർത്ഥ മുസ്ലിം വിശ്വാസിക്ക് ഇതുപോലെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ആകെ നിങ്ങൾക്ക് 2 ആഘോഷമേ ഉള്ളൂ. അതുപോലും ഒന്നിച്ചു ആഘോഷിക്കാൻ കഴിയുന്നില്ല. ലോകത്ത് എല്ലായിടത്തും പോട്ടെ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഒന്നിച്ചു പെരുന്നാൾ ആഘോഷിച്ചുകൂടെ? ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചിട്ടും എന്തുകൊണ്ട് കണക്ക് കൂടി ഒരു ദിവസം ആക്കിക്കൂടാ? കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാത്രി 7 മണി വരെ കാത്തു നിൽക്കണം നാളെ ലീവ് ഉണ്ടോ എന്നറിയാൻ. അതാ ദീപക് ചിരിക്കുന്നുണ്ട്. അവനു എന്തോ പറയാനുണ്ട്. പറയടാ. നമസ്കാരം.
ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല, പക്ഷേ എന്റെ മതമാണ് വലുത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. എല്ലാ മതവും ഒന്ന് തന്നെയാണ് പറയുന്നത്. കർമ്മം. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്കു ഇവിടെ ഭൂമിയിൽ തന്നെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. മതത്തിന്റെ പേരിൽ നമ്മൾ വഴിക്കു കൂടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ മതത്തിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മൾ മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നു. Now let us go to our education system. Tell us, teacher, what are the new teaching methods in the world? വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ്. സിസ്റ്റം തന്നെ മാറാൻ തന്നെ പോവുകയാണ്. ഇനി മുഴുവൻ സ്റ്റഡീസും വർക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരിക്കും. തിയറി കുറയും, പ്രാക്ടിക്കൽ കൂടുതലും. കോളേജിൽ നിന്ന് ഇറങ്ങുന്നതോടെ ജോലി റെഡി. ഇനി അധ്യാപകർ എന്നൊരു വിഭാഗമേ ഉണ്ടാവുകയില്ല. പിന്നെ നമ്മുടെ നാൻസി നന്നായി പാടും. നാൻസി, നമ്മൾ എല്ലാവർക്കും ഒരു 4 വരി പാട് പ്ലീസ്. വനമകളൊരുത്തി നിന്റെ മാറ് തുളഞ്ഞല്ലോ, മനവും തകർന്ന പെരും കാട് കരഞ്ഞല്ലോ, മലയിലൊരു വെടുക്കു മരുവിരളം നിറഞ്ഞ് അറുകും പുൽക്കരിഞ്ഞല്ലോ. പൂങ്കാവനത്തിലോ പോര്, അത് കാണാൻ കൊതിച്ചൊരല്ല മാര്, ഇന്ന് ചത്തു നീതിക്കൊപ്പം നേര്, കുരുതിക്ക് കൂട്ടി നിന്നവര് ആര്?